പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ റെമിറ്റൻസിനെ കുറിച്ചും റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് കേരള മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ മറ്റൊരു ഡയമെൻഷനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നത്. റെമിറ്റൻസിൻ്റെയും റിവേഴ്സ് റെമിറ്റൻസിൻ്റെയും വൈകാരിക മൂല്യം അല്ലെങ്കിൽ അതിലുള്ള മാനവിക മൂല്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റെമിറ്റൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു അനുഭവ കഥയുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ആ സമയത്ത് ആ വീട്ടിൽ ആങ്ങളയുടെയും പെങ്ങളുടെയും കല്യാണം നടക്കേണ്ടതാണ്. എന്നാൽ ആ തലേ ദിവസം ആങ്ങളയ്ക്ക്, ഈ കല്യാണത്തിൻ്റെ എല്ലാ ക്രമീകരണവും ഒരുക്കിയ ആങ്ങളയ്ക്ക് എന്തോ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പേരിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അദ്ദേഹം അവിടെ അറസ്റ്റിലാകപ്പെടുകയോ മറ്റോ ചെയ്തു. ഈ വാർത്ത ഒരുപക്ഷെ ആ കുടുംബം അറിയുന്നത് തലേ ദിവസമാണ്, ഈ പരിപാടി നടക്കുന്ന ദിവസമാണ്. മലബാറിലൊക്കെ വിവാഹ തലേ ദിവസം വലിയ രീതിയിലുള്ള വിരുന്ന് സൽക്കാരമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടില്ല. കുടുംബം പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് വേറെ ചില സ്രോതസ്സുകളിൽ നിന്ന് കാര്യം അറിയാമായിരുന്നു. അപ്പം ഈ ഒരു മനോവ്യതയോടുകൂടിയാണ് ഞാനും ആ വീട്ടിൽ കയറിപ്പോകുന്നത്. പക്ഷേ അവിടെ അവരുടെ രക്ഷിതാക്കളുടെ പെരുമാറ്റത്തിൽ ഈ ഒരു വൈഷമ്യം പ്രതിഫലിക്കുന്നില്ല. അവർ സാധാരണ സന്തോഷവാന്മാരായ ആതിഥേയന്മാരെ പോലെ അതിഥികളെ സ്വീകരിക്കുകയും എല്ലാവരെയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ വിരുന്ന് സൽക്കാരത്തിൽ അവിടെ ഇരുന്ന് എനിക്കും ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആലോചിച്ചത്, റെമിറ്റൻസിൻ്റെ ആ റെമിറ്റൻസിൽ പറ്റിക്കിടക്കുന്ന വേദനയുടെയും ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഭയങ്കര ഒരു മൂല്യമുണ്ട്. ആ മൂല്യം ആ നിമിഷം മാത്രമല്ല, പല സന്ദർഭത്തിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഗൾഫിൽ ഇതേപോലെ ആകസ്മികമായ ഒരു കൊലക്കേസ് പ്രതിയായി പെടേണ്ടി വന്ന ഒരു ആളെ നമ്മൾ ധനം കൊടുത്ത് മോചിപ്പിച്ച് കൊണ്ടുവന്ന വാർത്തയെല്ലാം നമ്മൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടല്ലോ. അവിടെയും സംഭവിച്ചത് ആ കുട്ടിയുടെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റൻ്റായി ഉണ്ടായ ഒരു വൈകാരിക ക്ഷോഭം. ആ വൈകാരിക ക്ഷോഭമാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് പിന്നീട് നയിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് ഇമോട്ടീവായിട്ടുള്ള വൈകാരികമായ ഒരുപാട് പേച്ചുകളുണ്ട് ഈ റെമിറ്റൻസായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ കേരളത്തിലെ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്തുപോയ വൻകിട ആളുകൾ അയക്കുന്നതല്ല. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ ശ്രേണിയിലുള്ള നിരവധി മനുഷ്യർ അവരുടെ അധ്വാന മൂല്യം വിറ്റിട്ട് അയക്കുന്ന റെമിറ്റൻസാണ് നമ്മുടെ വിദേശ നാണ്യമെന്ന് പറയുന്നത്, കേരളത്തിൻ്റെ വിദേശ നാണ്യ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരള സമൂഹത്തെ കാലാകാലങ്ങളായിട്ട് കേരള സമൂഹത്തിൻ്റെ സമൃദ്ധിക്ക്,
കേരള സമൂഹത്തിൻ്റെ ഓരോ കുടുംബവും അനുഭവിക്കുന്ന സമൃദ്ധിക്ക് ഈ വിദേശ നാണ്യത്തിൻ്റെ രക്തവും അധ്വാനവും വിയർപ്പും ഒക്കെ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ആ മൂല്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ വിദേശ നാണ്യം നമുക്ക് ഏറെക്കുറെ സാമൂഹികമായി വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ്, ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പ്, അതിനനുസരിച്ചുള്ള ഗവർണൻസ്, ഇത് സംഭവിച്ചത് കൊണ്ടാണ് കേരളം ഒരു ബദൽ മാതൃകാ സംസ്ഥാനമായിട്ട് മാറിയത്. ഒരു ഈഗാലിറ്റേറിയൻ ഡിസ്ട്രിബ്യൂഷൻ, ഈ വെൽത്തിൻ്റെ ഈഗാലിറ്റേറിയൻ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമായതുകൊണ്ടാണ് കേരളം ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിട്ട്, ഹ്യൂമൻ ഡെവലപ്മെൻ്റുള്ള, മാനവിക വികസനം ഉള്ള, ഏറ്റവും കൂടുതൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാനവിക വികസന മൂല്യമുള്ള, ലോകത്ത് തന്നെ ഒരു മാതൃകയായി കൊണ്ടാടപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയത് ഈ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സ് റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ ഇതേപോലെയുള്ള വൈകാരികാംശം നമുക്കുണ്ട്. നമ്മൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബംഗാളിൻ്റെയും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, മലയാളികൾ പോകുമ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് അവനെ തിരിച്ചറിയാൻ ആളുകളുണ്ട്. ഞങ്ങൾക്ക് മലയാളം അറിയാം, ഞങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ പോയിട്ടാണ് ഞങ്ങൾ അത്യാവശ്യം സമൃദ്ധിയിൽ ഇവിടെ ജീവിക്കുന്നത്, അവരുടെ ജീവിത പരിസരത്തിലുള്ള മാറ്റം, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്കുണ്ടാവുന്ന ഒരു 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 ആത്മീയപരമായിട്ടുള്ള ഒരു ആനന്ദമുണ്ട്, ഒരു നിർവൃതിയുണ്ട്. ആ നിർവൃതി പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾ അനുഭവിക്കുന്നുണ്ട്. അവർക്കാണത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്നെല്ലാം ഈ സതീശനെ പോലെയുള്ള ആളുകൾ പറയുന്നതിൻ്റെ മറ്റൊരു പ്രതലം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മലയാളിയുടെ അധ്വാന മൂല്യം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ സമൃദ്ധമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ ജീവിതങ്ങളിലേക്ക് വെളിച്ചം പകരുന്നുണ്ട്. അത് കേവലം മലയാളികളുടെ അധ്വാന മൂല്യമല്ല, കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കാൻ കഴിയുന്ന അവരുടെ അധ്വാനത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ പ്രതിഫലവും കൂടിയാണ്. ഇത് രണ്ടും കൂടി ചേർന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി വെളിച്ചം കൊണ്ടുവരാൻ മലയാളിയുടെ അധ്വാന മൂല്യത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ ആഹ്ലാദിപ്പിക്കേണ്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യം നമുക്ക് വളരെയധികം അറിയാവുന്നതുകൊണ്ട് ഇന്ത്യയുടെ നിരക്ഷരതയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും സാക്ഷരതയിലുള്ള ഗ്രാമനഗര വ്യത്യാസങ്ങളെക്കുറിച്ചും ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിലുള്ള ഗ്രാമനഗര വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ അറിയാവുന്ന ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു റിവേഴ്സ് റെമിറ്റൻസിൻ്റെ അവിടെ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ മൂല്യം നമ്മളെ ആഹ്ലാദിപ്പിക്കേണ്ടതാണ്. ഓരോ മലയാളിയെയും വലിയ രീതിയിൽ ആഹ്ലാദിപ്പിക്കേണ്ട അതൊരു രാഷ്ട്രീയം കൂടിയാണ്. ആ രാഷ്ട്രീയത്തെ നമ്മൾ അതിൻ്റെ സെൻസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഞാൻ ഈ സമ്പദ്ഘടനാപരമായ കാര്യങ്ങളൊന്നല്ല പറഞ്ഞു, ഇതിനൊട്ടിച്ചേർന്ന വൈകാരിക അംശത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. എത്രയോ ഉത്തരേന്ത്യൻ അതിഥി തൊഴിലാളികൾ കുടുംബമായി വന്ന് കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അവരുടെ മക്കൾക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കൊടുക്കപ്പെടുന്നുണ്ട്. അവിടെ അവർ പഠിക്കുന്നുണ്ട്, അവർ മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്. അവരെല്ലാ വിഷയത്തിലും A+ വാങ്ങുന്ന എത്രയോ കുട്ടികൾ ആ രൂപത്തിൽ മാറി വന്നിട്ടുണ്ട്. അവരൊക്കെ എന്തെങ്കിലും തിരിച്ചു പോകുന്ന അവസരത്തിൽ അവർക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ദൗത്യം എന്നുള്ളത് വളരെ വലുതായിരിക്കും. നമ്മൾ ആ രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. അവരിവിടെ ജീവിച്ചാലും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയാലും അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലുണ്ടാവുന്ന മാറ്റം അത് വലിയ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു വലിയ നവോത്ഥാനപരമായിട്ടുള്ള
സാമൂഹ്യ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ റിവേഴ്സ് റെമിറ്റൻസ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു വംശീയ ഭീതി ചെലുത്തുന്ന രൂപത്തിലുള്ള ചില രാഷ്ട്രീയ ഉപകരണമായിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഈ മാനവിക രാഷ്ട്രീയത്തിൻ്റെ ബദലങ്ങളാണ്. ഇത്രയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.